പുതിയ ആളാണല്ലേ? ഞാൻ യാത്ര ചെയ്യുമ്പോൾ കരുതുന്നേ ഛർദിക്കുള്ള മരുന്ന്. കഷ്ടം. എൻ്റെ ഉണ്ട് ഞാൻ കൊടുക്കാം. 2 രൂപയാണ്. 4 ഇതാ വാടേ. എന്തു വാടകയുടെ ഇവിടെ? ഇയാളൊക്കെ സമ്മതിക്കണം. 1 കോടി രൂപ വരാന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല. അതെ സാറേ, 5 ലക്ഷത്തിൻ്റെ പോളിസി. പിന്നെ അല്ല, 5 ലക്ഷത്തിൻ്റെ പോളിസി കുറഞ്ഞ പണിയൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അത് തന്നെ 5 ലക്ഷത്തിൽ കുറഞ്ഞൊന്നും പിടിച്ചാൽ നമുക്ക് എന്താവാനാ സാറേ? നമ്മൾ കൊമ്പത്തല്ല പിടിക്കുള്ളൂ. അതെ സാർ, ദൗളയാണ് സാർ, ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റ്. അതെ സാർ. ഓ, തിരക്കിലാണോ? എന്നാൽ ശരി സാർ, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ ശരി. എത്ര? അതെ വേണ്ട. എവിടെ പോയി ചേട്ടാ? എൻ്റെ ഒരു ഫോൺ കണ്ടായിരുന്നു. അതെ. ഓ ശരി, താങ്ക്സ്. എത്ര? ഹൂമേ എന്താ ഒരു കള്ളത്തരം? ഇയാളെല്ലാം കഴിച്ചോ? ഓ, ബിരിയാണി ആയിരിക്കും. ചുമ്മാ ഒരു ബടായി. ആ കവറിനകത്തെ ഞാൻ കൊണ്ടുവന്ന പഴംപൊരി ഇരിപ്പുണ്ട്. ഇന്ന് വൈകിട്ട് ഉണ്ടാക്കിയതാ. ഇയാൾക്ക് ആഹാരം ഉണ്ടാക്കി തരാനെങ്കിലും ഒരു പെണ്ണ് കിട്ടിക്കൂടെ? അല്ലെങ്കിൽ ഈ വാടകയൊക്കെ സഹിച്ച് ഇവിടെ കിടന്ന് ചാവും. എനിക്കിഷ്ടമുള്ള ഒരാൾ വന്നാൽ ഞാനും സമ്മതിക്കും. ബൈക്ക് പീടിയടോ അളിയടേ. ശരി. എന്തുവാടാ ഉറക്കമാണ്. ഇതെന്തോന്നടാ ഇവിടെയൊക്കെ? ചുമ്മാ ഒന്നിങ്ങ് വന്നേടാ. ഇടോ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ഇവിടെയൊക്കെ കാണിച്ചു വെച്ചേക്കുന്ന? ചുമ്മാ കൊല്ലല്ലേടാ. ഓ, എന്റെ ബായി എന്തൊരു കഴപ്പനാണ് ഇവൻ. ഇവനക്ക് എങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നേ? സമ്മതിക്കണം. ആ ചെറുക്ക് ഊമയാണെന്ന് അറിഞ്ഞപ്പോഴുള്ള കഴപ്പ. അതാകുമ്പോൾ അവനാരോടും പുറത്തു പറയില്ലല്ലോ.
വണ്ടി ഇടറാ. ഡാടാ വിട്ടോ 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 വേഗം വിട്ടോ. ഒന്ന് വേഗം അറിയോ അവിടെ ഇവിടെ. ഇന്നലെ എപ്പോ ഇറങ്ങി? വീട്ടില് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഇയാൾക്കെന്താ സുഖമില്ലേ? ഇതെന്താ